ഉമാ തോമസ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇതുവരെ. ഇപ്പോൾ ആരോഗ്യനില വീണ്ടെടുത്ത് തിരിച്ചെത്തുകയാണ്. വീട്ടിലേക്ക് സന്തോഷത്തോടെ വരുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് മൃദംഗനാഥം പരിപാടിക്കിടെ വീണ് പരിക്കേൽക്കുകയായിരുന്നു ഉമാ തോമസിന്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ആദ്യഘട്ടത്തിൽ ചികിത്സയിൽ തുടർന്നത്. പിന്നീട് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് ഉമാ തോമസ് തിരിച്ചെത്തുന്ന ഒരു സന്തോഷകരമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നാൽപ്പത്തിയാറ് ദിവസത്തോളം ചികിത്സയിൽ തുടർന്ന ശേഷമാണ് ഉമാ തോമസ് MLA ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകുന്നത്. രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതിയാണോ എന്നറിയില്ല അല്ലേ, വാഹനത്തിൽ നിന്ന് ഇറങ്ങാനാണോ? എന്നാലും അന്നത്തെ ആ വീഴ്ചയും അത് വല്ലാതെ എല്ലാവരും ഞെട്ടിപ്പോയ സംഭവമായിരുന്നു. അതിനെ തുടർന്നുണ്ടായ ആ പരിപാടിയുടെ വീഴ്ച, അതിൻ്റെയൊക്കെ അന്വേഷണങ്ങൾ എവിടെ എത്തിയെന്ന് സത്യത്തിൽ. അതേപോലെ ഒരു സ്റ്റേഡിയം അങ്ങനെ കൊടുക്കാമോ? അവിടെ വേണ്ടത്ര ഒരു സുരക്ഷയും ഇല്ലാതെ, ഒരു ജാഗ്രതയും ഇല്ലാതെ ഒരു പരിപാടി നടത്തി ഒരാളുടെ ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് ആ വീഴ്ച കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭയന്നു പോകുന്നതാണ്. മുഖ്യമന്ത്രി വരെ ആശുപത്രിയിലെത്തി ഉമാ തോമസിനെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു. ആദ്യ 3-4 ദിവസം അല്ലേ വളരെ സീരിയസ് ആണ് എന്ന നിലയ്ക്കായിരുന്നു. പിന്നീടാണ് ആരോഗ്യത്തിലേക്ക് പതുക്കെ മടങ്ങി വന്നത്. അപ്പോൾ എന്തായാലും സന്തോഷകരമായൊരു കാഴ്ചയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് കാണുന്നത്. ഡോക്ടർമാരൊക്കെ അനുഗമിക്കുന്നുണ്ട്. റെനെ മെഡിസിറ്റിയിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. ഓക്കെ, ഒന്ന് മാറിക്കൊടുത്താൽ ഇവിടെ ക്യാപിറ്റൽ ഇങ്ങോട്ട് വരാതെ പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ഉമാ തോമസ് MLA. എന്തായാലും ആരോഗ്യം വീണ്ടെടുത്ത് ആശുപത്രി വിടുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. 46 ദിവസത്തോളമായിരുന്നു ആശുപത്രിയിൽ തുടർന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നത്. ഇപ്പോഴും നടക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും പിടിച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത് MLA. അത്രയും ദിവസം കിടന്ന് ചികിത്സയൊക്കെ ആയിരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇനി കളക്ടർ NSK ഉമേഷ് ഒക്കെ സമീപത്തുണ്ട്. കണ്ട് ശേഷം മടങ്ങാം എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് വാഹനത്തിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി മാധ്യമങ്ങളോട് 2 വാക്ക് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ്. മാധ്യമങ്ങൾ മുകളിലേക്ക് പോകുന്നുണ്ട്. മുകളിൽ അവിടെ ആശുപത്രിയുടെ സംവിധാനത്തിൽ പ്രസ് മീറ്റിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 വാക്ക് കേൾക്കാൻ നമുക്കും ആഗ്രഹമുണ്ട്. 46 ദിവസത്തോളം ആ ഒരു വീഴ്ച കണ്ടാൽ വലിയ ഭീതിപ്പെടുത്തുന്നതായിരുന്നു. അതെ, എല്ലാവരും പേടിച്ചു പോയ വീഴ്ചയാണ്. അതിനുശേഷം ആശുപത്രിയിൽ കിടന്നുകൊണ്ട് തന്നെ മകനൊരു കത്തെഴുതി വീട് മാറുന്നതിനെ ബന്ധപ്പെട്ട് അതൊക്കെ കുറച്ച് ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇപ്പോഴെന്തായാലും പൂർണ്ണാരോഗ്യം വീണ്ടെടുത്ത് ഉമാ തോമസ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അതിനു മുൻപായി നമ്മളോട് സംസാരിക്കും. റെനെ മെഡിസിറ്റിയിലായിരുന്നു ചികിത്സ തുടർന്നിരുന്നത്. ഇത്രയും ദിവസം 47 ദിവസത്തോളം അവിടെ തന്നെയായിരുന്നു. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലുണ്ടായ മൃദംഗനാഥം പരിപാടിക്കിടെയായിരുന്നു ഉമാ തോമസ് MLAക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ഒരു വീഴ്ച, ഇത്തരം പരിപാടികൾ നടത്തുന്നതിലെ ജാഗ്രതക്കുറവ്, ഒരു സ്റ്റേഡിയം, കലൂർ സ്റ്റേഡിയം പോലൊരു സ്റ്റേഡിയം ഇത്തരം പരിപാടികൾക്ക് വിട്ടുകൊടുക്കുന്നത് എങ്ങനെയായിരുന്നു, അത് വേണ്ട രീതിയിലാണോ ആ ശ്രമങ്ങൾ നടന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ അന്ന് പിന്നീട് അതിൻ്റെ അന്വേഷണങ്ങളുമൊക്കെ കണ്ടതാണ്. വലിയ തോതിൽ പണപ്പിരിവ് ആ പരിപാടിക്ക് വേണ്ടി നടത്തിയെന്ന വാർത്തകൾ അതിന് പിന്നാലെ വന്നിരുന്നു. അതിലെല്ലാ തട്ടിപ്പും ഈ ഒരൊറ്റ സംഭവത്തോടു കൂടിയാണ് പുറത്തു വന്നത് എന്നുള്ളതാണ്. ഉമാ തോമസ് MLA ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനായി ആശുപത്രിയിൽ പ്രത്യേകം തയ്യാറാക്കിയിടത്തേക്ക് നീങ്ങുകയാണ്.